വിസിമാരുടെ നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരവെ സർക്കാരിന് ആശ്വാസമായി കേരള ഹൈക്കോടതിയുടെ വിധി. രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണർക്ക് തിരിച്ചടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. താൽക്കാലിക വിസിമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വിസി നിയമന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. സ്ഥിര വിസി നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. താൽക്കാലിക വിസി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ചാൻസലറായ ഗവർണർക്ക് സ്വന്തം നിലയിൽ വിസിമാരെ നിയമിക്കാമെന്ന കാര്യം നടക്കില്ലെന്നാണ് ഇപ്പോഴത്തെ വിധിയിൽ വ്യക്തമാകുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റെങ്കിലും സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോയേക്കുമെന്ന സൂചനയുണ്ട്. അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ വിസിമാർക്ക് താൽക്കാലികമായി തുടരാമെന്ന് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിട്ടിരുന്നു. എന്നാൽ നയപരമായ തീരുമാനം എടുക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറയുകയായിരുന്നു. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവോടെ റദ്ദാകുന്നത്. സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ കെ ശിവപ്രസാദിനും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനും ഹൈക്കോടതി ഉത്തരവോടെ ഇനി ഈ പദവിയിൽ തുടരാൻ സാധിക്കില്ല. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് KTUവിലും കേരള ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ സമർപ്പിച്ച പാനൽ തള്ളി സ്വന്തം നിലയ്ക്ക് വിസി നിയമനം നടത്തിയത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസറായ ഡോക്ടർ കെ ശിവപ്രസാദാണ് KTU വിസി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ സീനിയർ ജോയിന്റ് ഡയറക്ടറും നേരത്തെ KTU വിസിയുടെ ചുമതല വഹിക്കുകയും ചെയ്ത ഡോക്ടർ സിസ തോമസിനാണ് ഡിജിറ്റൽ സർവകലാശാലയിൽ വിസിയുടെ ചുമതല നൽകിയത്. KTUവിൽ ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ PR ഷാലിജ്, ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ പേരും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ MS രാജശ്രീയുടെ പേരും സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. ഇതിനുശേഷം സർക്കാർ പാനൽ തള്ളി ഗവർണർ താൽക്കാലിക വിസിമാരുടെ നിയമനം നടത്തുകയായിരുന്നു. വിസി നിയമനത്തിന് ബാഹ്യ ഇടപെടൽ പാടില്ലെന്ന കണ്ണൂർ വിസി പുനർനിയമനം റദ്ദാക്കിയുള്ള സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ സർക്കാർ പാനൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു ഗവർണർ. സർക്കാർ പാനൽ സമർപ്പിച്ചതോടെയാണ് ഗവർണർ ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തത തേടിയതും പാനൽ തള്ളി വിസി നിയമനം നടത്തിയതും.